ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. അപ്പൊ അതിൽ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവുക സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കൊണ്ട് ഒരു എക്സ് വൈ അല്ലെങ്കിൽ ഫാമിലി എ ഫാമിലി ബി അങ്ങനെയൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ തന്ന കാര്യം ആദ്യം എടുത്ത് തരിക. ചോദ്യ പേപ്പർ ആണെങ്കിലും നമ്മൾ എക്സ് വൈയോ അല്ലെങ്കിൽ ഫാമിലി എയോ ബിയോ എടുത്ത് തരിക. അത് രണ്ട് ഇതുവരെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും എക്സും വൈയും. അപ്പൊ എക്സ് നമ്മൾ എഴുതി 17, 13, 15, 14, 6, 11, 14, 9, 7, 12. വൈ നമ്മൾ എടുത്ത് ചെയ്താൽ 36, 46, 35, 24, 12, 8, 7, 27, 22, 2. ഇതാണ് നമുക്ക് ചോദ്യം. ഇനി റാങ്ക് കോറിലേഷൻ പ്രവർത്തനം എന്താ വെച്ചാൽ രണ്ട് റാങ്ക് എക്സിന്റെ ഉള്ളത് R1 വൈ എന്നുള്ളത് R2 നമ്മൾ കൊടുക്കും. പിന്നെ ഒരു ഡി എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ് R1 മൈനസ് R2 ആണ്. ദെൻ എന്താണ് നമുക്ക് ഡി സ്ക്വയർ. മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഫോർമുലയാണ്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഫോർമുല എന്ന് പറയുന്നത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. n ക്യൂബ് ആണ് കേട്ടോ, n ക്യൂബ് മൈനസ് n. എന്തായാലും പരീക്ഷയ്ക്ക് ഒരു 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. കാരണം മൊഡ്യൂൾ 2ത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഫോർമുല ഇപ്പൊ തന്നെ പഠിക്കുക. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. 1 എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഉത്തരം എപ്പോഴും 1ന്റെ താഴെ ആയിരിക്കും. അത് എപ്പോഴും മനസ്സിൽ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും 1ന്റെ താഴെ ആയിരിക്കും, ലെസ് ദാൻ ആയിരിക്കും ഉണ്ടാവുക. ലെസ് ദാൻ 1 ആയിരിക്കും ഉത്തരം ഉണ്ടാവുക. എങ്ങനെ നിങ്ങൾ കൂട്ടിയാലും അത് കുറവായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിക്കുക. അപ്പോൾ റാങ്ക് നമുക്ക് എക്സും വൈയും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ഫസ്റ്റ് നോക്കുക. R1 ആണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് നോക്കുക. എക്സിൽ ഏതാണ് വലുത്? 17 ആണ്. അപ്പൊ അതിന് 1 കൊടുത്തു. നെക്സ്റ്റ് പിന്നെ അടുത്ത് എത്ര? 16. അതിന് 2 കൊടുത്തു. ദെൻ 15 3 കൊടുത്തു. ദെൻ 14 4. ദെൻ 14 പിന്നെ ഉള്ളത് 12 13 ഉണ്ട്. 13 5 കൊടുത്തു. ദെൻ 12 6. ദെൻ അത് കഴിഞ്ഞ വരുന്നത് 12 11 ആണ്. 11 7 കൊടുത്തു. ദെൻ അടുത്തത് 11 10 ഇല്ല. 9 8 കൊടുത്തു. ദെൻ 7 9 കൊടുത്തു. ദെൻ 6 10 കൊടുത്തു. റാങ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മള് ഒന്നാമത്തെ റാങ്കാണ് ഏറ്റവും വലുത്. 17 ഒന്നാം 20 ആണെങ്കിൽ അത് 1. ഇതിന് താഴെ നമ്പർ തെറ്റിക്കാതെ റാങ്ക് കൊടുത്താൽ തന്നെ ഫസ്റ്റ് കേസ് കഴിയും. സെക്കൻഡ് ആണെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും വലുത് ഏതാ നോക്കുക. 46 ആണ്. 46 വലുത്. അപ്പൊ അത് 1 കൊടുത്തു. ദെൻ അതിന്റെ താഴെ ഏതാ വലുത് നോക്കുക. 36. അങ്ങനെ നമ്പേഴ്സ് നോക്കിയിട്ട് കറക്റ്റ് എണ്ണത്തിന്റെ ഓർഡർ നമുക്കറിയാം. ഓർഡർ അറിഞ്ഞില്ലേ നമുക്ക് തെറ്റും. നമുക്ക് സാധാരണ 1 മുതൽ 100 വരെ എണ്ണ അറിഞ്ഞാൽ നമുക്കറിയാം. അത് നേരെ തിരിച്ചെണ്ണം പഠിക്കുക. അതായത് 36 എന്നുള്ളത് 99 98 97 96. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഏതാണ് കറക്റ്റ് എണ്ണീട്ട് എണ്ണീച്ച്. കാരണം മാർക്ക് വെറുതെ കളയണ്ട. കാരണം നമുക്കത് ജയിക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന പേപ്പറുകളൊന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കുന്ന സബ്ജക്റ്റും ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ടഫൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച് കിട്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ R1 R2 എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ദെൻ ഡി എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ് നമുക്ക്. ദെൻ R1 മൈനസ് R2 ഇത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തൊന്ന് മൈനസിന് ഇട്ടുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഇത് ഒരിക്കലും സിഗ്മ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡി സ്ക്വയർ ആണ്. അപ്പൊ 1 2 കുറച്ചു -1 5 1 കുറച്ചു 4 3 3 0 2 5 -3 10 8 കുറച്ച് 2 7 7 0 4 4 0 8 4 കുറച്ച് 2 9 10 കുറച്ച് -1 6 9 കുറച്ച് -1. അപ്പൊ ഓൾറെഡി കിട്ടി. ഡി എന്താണെന്ന് കിട്ടി. ഇനി അടുത്താണ് ഡി സ്ക്വയർ എന്ന്. ഇതിന്റെ ഒക്കെ സ്ക്വയർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഈ ഡിയുടെ ആണ് സ്ക്വയർ ചെയ്യേണ്ടത്. ഡിയുടെ സ്ക്വയർ 1 വരുമ്പോൾ 1 2 4ന്റെ സ്ക്വയർ ആണ് 16 0 0 3യുടെ -3 വരുമ്പോൾ 9 ആണ് +9 ആണ്. അപ്പോൾ മൈനസ് ചിഹ്നം ഇട്ടു എന്ന് മാത്രം മനസ്സിൽ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഡി സ്ക്വയർ എന്ന് പറഞ്ഞത് രണ്ടും കൂടി വരുമ്പോൾ -3 × -3 അത് എത്ര വരിക? 9 ആണ് വരിക. 2 നെഗറ്റീവ് ചിഹ്നം ചേർന്ന പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് -3 -3 വരുമ്പോൾ പോസിറ്റീവ് ആണെന്നാണ് 9 വരുന്നത് കേട്ടോ. ഈ 16 ഡേയ്സിലെ കണ്ടന്റാണ് വരുന്നത്. 4 4 16 ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വലിയ എമൗണ്ട് ഒന്നും ഇതിൽ വരുന്നില്ല. ചെറുതായ സംഖ്യകളാണ് വരുന്നത്. ശ്രദ്ധിച്ചാൽ മതി. ദെൻ 2ന്റെ 4 ചെയ്തു 0 0 2 4 -1ന്റെ സ്ക്വയർ കൊണ്ടാണ് തന്നെ 3 -3 എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ -3 × -3 വരുമ്പോൾ 9 ആണ് വരും. ഓക്കെ. ദെൻ ഈ സിഗ്മ ഡി സ്ക്വയർ ആണ് നമുക്ക് ആവശ്യം. ഈ സിഗ്മ ഡി സ്ക്വയർ നോക്കുക. മൊത്തത്തിൽ ആഡ് ചെയ്യാം. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞത് 44. മൊത്തത്തിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 64. നമുക്ക് ഫോർമുല നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞു സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഫോർമുല
1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. ഇത് സെപ്പറേറ്റ് ആണ്, ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നത്. കാരണം ഇവിടെ ഈ വര നീട്ടിയിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 കൂടി ഇൻക്ലൂഡ് ആണ്, ഉത്തരത്തിൽ വളരെ ചേഞ്ച് വരും. അപ്പൊ അതിന്റെ നല്ലത് എന്താ, നമ്മൾ കറക്റ്റ് ഫോർമുല തന്നെ എഴുതി ആ 1 എപ്പോഴും മാറ്റി നിർത്താം. ദെൻ നമുക്കറിയാം 6 സിഗ്മ ഡി സ്ക്വയർ, സിഗ്മ ഡി സ്ക്വയർ 44, 44ന്റെ ആറ് എത്ര, 264. ദെൻ ബൈ 10 ക്യൂബ് മൈനസ് 10. എത്ര n എന്ന് പറഞ്ഞത് എത്ര എണ്ണം നമ്മൾ മൊത്തം നോക്കിയാൽ 10 നമുക്ക് റാങ്ക് ടോട്ടൽ കിട്ടുന്നത് 10, അല്ലെങ്കിൽ മൊത്തം n എന്ന് പറഞ്ഞത് സംഖ്യയാണ് നോക്കുന്നത് 10 ക്യൂബ് മൈനസ് 10. 1 മൈനസ് നോക്കുമ്പോൾ 1 സെപ്പറേറ്റ് ആക്കി എപ്പോഴും ഇത് അല്ലെങ്കിൽ തെറ്റും. 264 മൈനസ് 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ് വരിക. അത് 10 1000 10 കുറച്ച 990. ദെൻ 1 മൈനസ് 264 ബൈ 990. അപ്പൊ ഇതെന്ന് പറഞ്ഞത് 264 ആദ്യം ചെയ്യും. ഈ 1 ആഡ് ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തെറ്റും. കാരണം 1 സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്, ഈ സംഭവം സെപ്പറേറ്റ് ആണ് എപ്പോഴും എടുക്കുന്നത്. അപ്പൊ ഈ ഫോർമുലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ടൊക്കെ ചിന്തിക്കാതെ വേണ്ട. കാരണം 1 സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്ക് അപ്പുറം തന്നെ നിർത്താം. 264 ബൈ 990 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.26 1 തന്നിരിക്കുക. ഈ ഉത്തരം കുറയ്ക്കുക. അപ്പൊ 0.733 ഇല്ല. ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വളരെ എന്താ പറയാ, ഞാൻ പറയാം, 1ന്റെ താഴെ എപ്പോഴും ഉത്തരം വരിക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്പീഡ്മാൻ റാങ്ക് ഫോർമുലേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1ന്റെ താഴെ എനിക്ക് വരിക. വളരെ എളുപ്പമാണ്, ഒന്നും ശ്രദ്ധിക്കുക. ഒരു 3 വട്ടെങ്കിലും ചെയ്ത് പഠിക്കാം. സെയിം ഫോർമുല എടുക്കുക, അല്ലെങ്കിൽ സെയിം ചോദ്യം എടുക്കുക. ഫോർമുല ഒന്ന് എഴുതി പഠിക്കുക അത്യാവശ്യം. അതുകൂടാതെ ചോദ്യം എടുക്കുക, ചോദ്യം എടുത്തിട്ട് അത് എഴുതി പഠിക്കുക. കാരണം ചോദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. സ്പീഡ്മാൻ റാങ്ക് ഫോർമുലേഷൻ ഫോർമുല നമുക്ക് ഇത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. ഈ 1 സെപ്പറേറ്റ് ആണ് നോക്കുക. റാങ്ക് കൊടുക്കുമ്പോൾ ഏറ്റവും എഴുതുന്ന 1ാമത്തെ റാങ്ക്, അതിനനുസരിച്ച് താഴെ എഴുതുക. എക്സും വൈയും സെയിം തന്നെയാണ്. ഡോൺ വരി, അത് വളരെ എളുപ്പമാണ് പഠിക്കാൻ. നിങ്ങളൊരു 3 വട്ടമെങ്കിലും ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പേപ്പർ കിട്ടും. ഒരു മാത്സ് എനിക്ക് അറിയില്ല എന്ന് പറയേണ്ട ആവശ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.